അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുകയാണെങ്കിൽ ഒരു CS നമ്മൾ മാസ്റ്റർ അടിച്ച വീഡിയോ കാര്യം നമ്മൾ ഇട്ടിട്ടുണ്ടായല്ലോ. ഓക്കെ, അപ്പോൾ നമ്മളെ ടീമിലെ കാര്യങ്ങളാണെങ്കിൽ കൊടിരം പോലത്തെ പ്രോ പ്ലേയേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗൈസ് ഫ്രണ്ടിൽ തന്നെ ഒരു കിടിരം എനിമി കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. കിടിരം പോലത്തെ പ്ലെയർ എനിമി കാര്യങ്ങൾ നിൽക്കുന്നുണ്ട്. നമ്മൾ അടിയൊക്കെ കൊടുക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ മര്യാദക്ക് കൊള്ളുന്നൊന്നുമില്ല. അതുകൊണ്ട് ഒരു കവർ എടുത്ത് ഇപ്പുറത്തേക്ക് വന്നിട്ട് നമ്മൾ ഡാമേജ് എടുക്കാൻ പറ്റിയിട്ട് അവനക്കും കൊള്ളുന്നില്ല. പക്ഷെ എനിക്ക് ശ്രദ്ധിക്കാൻ മനസ്സിലാവുന്ന സാധാ റെക്കോർഡ് ചെയ്യാനല്ല എല്ലാ റെക്കോർഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, 3 റൗണ്ടൊക്കെ ആയപ്പോൾ റെക്കോർഡിങ് ആലോചിച്ചതാണ്. ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ഇതുപോലത്തെ വീഡിയോ ഇഷ്ടമാണ്. പ്ലേസിന് ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഗൈസ്. ഈ വീഡിയോ ഹൈപ്പും കൂടി ഒന്ന് ചെയ്തെടുക്കുക. ഹൈപ്പ് ചെയ്യാൻ മിനിറ്റൊന്നും ഗൈസ്, അധികം 1 മിനിറ്റ് പോലും വേണ്ട ഗൈസ് ഹൈപ്പ് ചെയ്യാനായിട്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കില്ല് എടുത്ത് നമ്മൾ 2 കില്ലും കാര്യങ്ങൾ അങ്ങനെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ടൊക്കെ എടുത്തിട്ടുണ്ട് കുറച്ച് വാങ്ങിക്കാൻ വേണ്ടി. നമുക്കാണെങ്കിൽ നമ്മൾ ഒരു റൗണ്ട് അങ്ങനെ എടുത്തിട്ടുണ്ട്. അതേമാതിരി സ്കാറും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത് പീനൻ്റ് എടുക്കുന്ന വിചാരിക്കുന്നുണ്ട്. പീനൻ്റ് എടുത്തിട്ടുണ്ടെന്ന് സാധാ ഷെയർ പോലെയല്ല ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് പണ്ടൊക്കെ എടുക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് കാരണം ഹിസ്റ്ററി പോയാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊന്നും അവന്മാർക്ക് പൂജിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ കോഡ് ഇട്ട് നോക്കാം. അത് ഫ്രണ്ടിലായാലും കാണുന്നത്, പിന്നെ സൈഡിലെടുത്തിട്ടുണ്ട്. കുറച്ച് ഡാമേജൊക്കെ കൊടുത്തു, പകുതി ഡാമേജ് പുറത്തും പോയി. അപ്പോൾ ഞാൻ നോക്കരുത് ഇവിടെ ഇമോട്ട് ഇട്ടിട്ടുണ്ട്, പക്ഷെ അത് കാണിക്കുന്നില്ല. ഇളകിയാ പോയത്. ഞാൻ ഓളായിട്ട് കുറേ ഇമോട്ട് ഇട്ടു, പക്ഷെ അതൊന്നും ഇത് കാണിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലേക്ക് കയറി അവനെ അടിക്കാൻ നോക്കുന്നപ്പോൾ ഇതാണ് അവസ്ഥ. ഞാൻ വിചാരിച്ചു അറ്റത്ത് മേലെ നോക്കുന്നത്, പക്ഷെ ഇപ്പം എനിക്കൊരു ലോങ്ങിൽ നിന്ന് അടിയാണ്. എവിടുന്നാന്ന് പോലും മനസ്സിലാവുന്നില്ല. ഓക്കെ, നമ്മൾ സ്പെക്ടേറ്റ് ഞാൻ ടീമേറ്റിനെ അടിച്ചിട്ട് നമ്മൾ ടീമേറ്റ് നോക്കുകയാണെങ്കിൽ കുറേ പേരുണ്ടോ. നമ്മൾ മാറി നോക്കി ഇതിനെ പൊക്കാനായിട്ട് നോക്കുന്നുണ്ട്, പക്ഷെ ആ സമയം ടീച്ചും കാര്യങ്ങളും കളയുന്നുണ്ട്. നമ്മൾ വേറെ ടീമോടെ മെഡിക്കറ്റൊക്കെ അടിക്കുന്നുണ്ട്. നമ്മളെ ടീം ഡാമേജ് കൊടുക്കുന്നുണ്ട് നമ്മളെ ടീം. അപ്പം നമ്മളെ മറ്റേ നോക്കുകയാണെങ്കിൽ നോക്കായി കിടക്കുന്നതാണ്. അപ്പം നമ്മളെ ഈ ഒരു പെണ്ണ് കറങ്ങിച്ചെന്ന് ആ ഒരു 2 പേര് എടുത്തിട്ടുണ്ട്. അപ്പോൾ ട്രിപ്പിൾ ടേക്ക് ഡൗണിൻ്റെ ഈസ് മറ്റേ അപ്പൂപ്പന്താടിയും കാര്യങ്ങളും കൊണ്ടേ കളഞ്ഞു. ഓക്കെ, ഈ കളി നമ്മൾ എന്ത് ഇരിക്കും എന്ന് നോക്കിയപ്പോഴാണ് പൈസ 200 ഉള്ളൂ. പൈസ 200 ഉള്ളൂ. അത് ബഗ്ഗായിരിക്കും ഗൈസ്. പൈസ 200 ബഗ് കൊടുത്തു, അറിയത്തില്ല ബഗ്ഗാണ്. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ സ്കാർ കോമ്പോ ഇട്ട് അന്വേഷിക്കുകയാണ്. അപ്പം ഞാൻ ഇവിടുന്ന് കോഡ് ഇട്ട് നോക്കുന്നുണ്ട് കോഡ്. അപ്പം ആരും പെടുന്നില്ല. അപ്പം നമുക്കത് ഫ്രണ്ടിൽ നമ്മൾ ജിമ്മിനെ കണ്ടിട്ടുണ്ട്. നമുക്ക് റെഡി വന്നുകൊണ്ട് റൈറ്റിലിരുന്ന് നമ്മൾ സ്പോട്ട് ഇരുന്നിട്ട് കറങ്ങുമ്പോൾ കുറച്ച് അടി കൊള്ളും. അപ്പം നമുക്കൊന്ന് മെഡൊക്കെ അടിച്ച് ബാക്കിലൂടെ ഓടിക്കയറി. ഓക്കെ, നമ്മൾ ഓടിക്കയറാന്ന് വിചാരിച്ചു. ബാക്കിലൂടെ പക്ഷേ ഇവിടുന്ന് നോക്കായി നോക്കുകയാണെങ്കിൽ അവൻ നമ്മൾ നൈസ് എനിക്ക് അറിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ടീം ഈ സൈഡിൽ കൂടെ വന്ന് ടീമിൻ്റെ കഴിഞ്ഞ് കുറച്ചധികം ഹെഡ്ഷോട്ട് വെള്ളം കൊടുത്ത് അവനോട് ഉറച്ചെടുത്തിട്ടുണ്ട് കുറച്ചൊരു. ഓക്കെ, അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ 2 മുട്ടയാണ് കളയെടുത്ത 3 ഓക്കെ, ബാക്കി ഞാൻ അടിച്ച് ഡബിൾ ടേക്ക് ഡൗൺ എടുത്തിട്ടുണ്ട്. ഡബിൾ കില്ല് ഈ കളി റൗണ്ട് അവൻ എടുത്തിട്ടുണ്ട്. ഓക്കെ നൈസ്. നമുക്ക് മുട്ടക്കില്ലാണെന്ന് തോന്നുന്നു, അറിയത്തില്ല എത്രയിലെടുക്കുന്നു. ഞാൻ സ്നൈപ്പറൊക്കെ എടുത്ത് പോകുന്നുണ്ട്. ബട്ട് ഓക്കെ, സ്നൈപ്പറേ ഓക്കെ. നേരെ
നമ്മളടിച്ചിട്ട് മാസം അടിച്ച് ഇങ്ങോട്ടടിച്ച് 4 മുട്ടയൊക്കെ തീർക്കാമെന്നും പറഞ്ഞ് ചെന്ന് കയറി കുറഞ്ഞ ഇഷ്ടമേ ബാക്കി നിങ്ങൾ കണ്ടു നോക്കും. ഇവിടെ മാക്സിമം ശ്രമിച്ചു നോക്കുക. ഓക്കെ, നിങ്ങളുടെ കവറെടുത്തിട്ടാണ് കേട്ടോ. അവനെ കണ്ടു 150 എടുക്കാൻ വെച്ച് അടിച്ചിട്ട് പക്ഷേ ടീമിനെ പൊക്കും. വീണ്ടും അവിടെ നോക്കാവും. കണ്ടു വീണ്ടും നോക്കാവും. അവിടെ ബ്ലൂ വാൾട്ട് വീണ്ടും എന്നെ പൊക്കും. അവിടെ ബ്ലൂ വാൾട്ട് വീണ്ടും എന്നെ പൊക്കും. അവനെ പൊക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് പിന്നെ മെഡിക്കിട്ട് അടിക്കുന്നേ എവിടുന്നാ അറിയില്ല. ചെറിയൊരു അടിയുണ്ട് സൈഡിൽ നിന്നോട്ട് തോന്നുന്നു. അപ്പം ചാടി ഇങ്ങിട്ട് കയറി. ഇവിടുന്ന് മെഡിക്കിട്ട് അടിക്കാതെയാണ് അവനെ അടിക്കാൻ പോകുന്നത്. കാരണം ഇപ്പം കോള് കിട്ടുമ്പോൾ അറ്റത്താണ്. പിന്നെ 4 പേരുണ്ടോ അറ്റത്ത് 150 കൊടുക്കും. ഞാൻ നോക്കാം കേസൊക്കെ. അപ്പോൾ ഇവനാണ് എന്നെ കൊന്നതൊക്കെ. ഇതിനാണ് നമ്മളെ കട്ടം ചെയ്തത്. ഓക്കെ, അവന്മാർ 1-1 3-1 ഓക്കെ. ഈ റൗണ്ട് അവന്മാർ കൊണ്ടുപോയ ടാസ്ക്കാണ് പിന്നെ പിടിക്കാൻ. ഓക്കെ, സ്കാർ എടുത്തിട്ടുണ്ട്. ഓക്കെ, സ്കാറിൻ്റെ 2 ചിപ്പ് ആക്കിയിട്ടുണ്ട്. ആദ്യം ഇതിൻ്റെ കയ്യിലുള്ള സ്കാർ കണ്ടപ്പോൾ മറ്റേ സ്കാറില്ലേ, മറ്റേ സ്കാറിൻ്റെ പേര് എനിക്കിപ്പോൾ കിട്ടുന്നില്ല. ടൈറ്റൻ സ്കാർ. ടൈറ്റൻ സ്കാറാന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ മനസ്സിലായത് നോർമൽ സ്കാറാന്ന്. ഞാനിപ്പോൾ എന്താണെന്ന് അറിയാം നോക്കണം. ഈ ബ്ലൂ വാളിൻ്റെ കളർ ഏതാണെന്നാണ് കൈ പിടിക്കണം. ആ ഒരു ബ്ലാക്ക് ബ്ലൂ വാളാണ്. ഇവിടെ ഇങ്ങനെ ഇരിക്കും. ഗേസ് അവൻ അവിടെ നോക്കിക്കണം. നമുക്ക് ഡാമേജ് കൊണ്ടപ്പോൾ ഗുജ്ജാതൊക്കെ പിന്നെ ഇട്ടെന്നിട്ടുണ്ട്. ലൈഫ് നേരങ്ങളൊക്കെ തന്നു. പിന്നെ നോക്കത്ത് കയറിച്ചെന്ന് അവൻ അടിച്ചിടാമല്ലേ കയറിച്ചെന്ന് അടിച്ചിടാം. ഓ കഴിച്ച് നമ്മ നോക്കാം. എന്ത് കഷ്ടമാണ് കഴിച്ചത്. നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ ടീമേറ്റിന് വരെ നോക്കിയിട്ടാ പ്ലെയർ വരുമ്പോൾ വേറെ പ്ലെയറിനെ നോക്കാൻ വേണ്ടി തന്നെ ഞാൻ കണ്ടു. പക്ഷെ അവൻ കണ്ടിട്ടില്ല. ലോണിലെടുത്ത് നമ്മളെ ടീം നല്ല ചത്തോക്കെ കൈസ്. ഈ റൗണ്ട് അവന്മാരെടുത്ത് ഇനി എടുക്കാൻ ടാസ്ക്കാണ്. ഇനി റൗണ്ട് പിന്നെ ഒരു റൗണ്ട് കൂടി അവന്മാരെടുത്താൽ 3-3 പിന്നെ കളയെടുക്കാൻ നല്ല ടാസ്ക്കായിരിക്കും. സ്നൈപ്പർ വരെ എടുത്താൻ അടിച്ചങ്ങോട്ട് ഉറക്കാനായിരിക്കും. ഓക്കെ, പിന്നെ എണ്ണയ്ക്ക് അങ്ങോട്ട് എടുത്ത് പിന്നെ അതുകൊണ്ട് നമ്മളാണെന്ന് വെച്ചാൽ എണ്ണയ്ക്ക് വിറ്റ് സ്കാർ കോമ്പോ വീണ്ടും എടുത്തിട്ടുണ്ട്. എണ്ണയ്ക്ക് വിറ്റ് സ്കാർ കോമ്പോ നമ്മൾ വീണ്ടും എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ നോക്കുകയാണെങ്കിൽ സ്കാറിൽ കുറച്ച് ഡാമേജൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇവിടുന്നിട്ട് ഇവിടെ നിന്ന് ആരെങ്കിലും ഡ്രാഗ് ചെയ്ത് എടുക്കാമെന്നൊക്കെ ഓർത്ത് ഇവിടെ ആരെയും കണ്ടില്ല. അപ്പോൾ കുറച്ച് ഡാമേജ് നമുക്ക് തരാൻ നോക്കുന്നുണ്ടായി. അപ്പം തന്നെ കൊണ്ട് കഴിച്ചു. നമുക്കിതുപോലെ മെഡിക്കൽ അടിച്ചിട്ട് വേണം കയറാൻ. അറ്റത്ത് ഒരു തന്നെ കാണുന്നുണ്ട്. പക്ഷെ എന്താ അകത്തേക്ക് കയറും തോന്നുന്നു. നമുക്ക് അകത്തേക്ക് ചെന്നതിനെ ഇപ്പം തന്നെ അതിൻ്റെ അടിച്ചിട്ടേക്കാം. ഓക്കെ, ഞാൻ ഗ്ലൂ വാൾ ഫ്രണ്ടിൽ ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നോക്കിയെന്ന് കാര്യങ്ങളും പറഞ്ഞു. പിന്നെ ചാട്ടി അടിച്ച് കയറാൻ അടിച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് പൊക്കി വിൽക്കാൻ മറ്റേ പച്ച ഡ്രോൺ ഇട്ടിട്ടുണ്ട്. പച്ച ഡ്രോൺ ഇത് ഭയങ്കര ഷോക്കാണ്. പക്ഷേ നേരം പഠിക്കാൻ പോണേ കൈസ് ഫ്രണ്ടിൻ്റെ അടുത്ത് തന്നെ കണ്ട് സൈഡിൽ ഓക്കെ കണ്ടിട്ടപ്പോൾ നോക്കുന്നു. കണ്ടിട്ട് സൈഡിൽ കണ്ടുകൊണ്ട് ഇത്ര ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ്.